അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങിയാലോ. രാവിലെ ഇതാ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെയല്ല. കർക്കിടക മാസം ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് രാവിലത്തെ കുളിയും വിളക്ക് കത്തിക്കലൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് കേട്ടോ. പക്ഷെ നല്ല സുഖമുണ്ട്. എന്തായാലും രാവിലെ എണീറ്റ് വന്നു, കുളിച്ചു, പുറത്തു കൂടെയൊക്കെ കുറച്ച് നടന്നു. രാവിലെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അങ്ങനെ തേങ്ങയൊക്കെ ചിരവി, ഇന്നും ദോശ തന്നെയാണ്. അപ്പോൾ തേങ്ങ ചിരവി ചമ്മന്തി അരയ്ക്കുകയാണ്. ഫ്രിഡ്ജിൽ മാവുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് പുറത്ത് കാറ്റൊക്കെ കണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ചെമ്പിൽ മാവ് വളരെ കുറവായിരുന്നു. സാധാരണ എന്നും മാവ് ഉണ്ടാവാറുണ്ട് കേട്ടോ. മാവ് ഞാൻ എപ്പോഴും കുറച്ചേ ഉള്ളൂ വെച്ചാൽ ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. ഇന്നലെ എന്താ പറ്റിയെന്ന് അറിയില്ല, ഞാനത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മറന്നുപോയി കുറച്ച് മാവേ ഉള്ളൂ എന്നുള്ളത്. എന്തായാലും കുട്ടൂനും ഉണ്ണിയേട്ടനുള്ള ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് പിന്നെ ഉപ്മാവ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിയേട്ടനാണെങ്കിൽ 3, 4, 5 നേരം ദോശ കിട്ടിയാലും കഴിക്കും കേട്ടോ. അത്രയും ഇഷ്ടമാണ് ദോശ. പിന്നെ ഞാൻ എന്താ കുട്ടൂന് ഉപ്പേരി കൊണ്ടുപോകാനുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ്. കായ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അപ്പോൾ ചെറുപയറാണെങ്കിൽ കഴിച്ചോളും. അപ്പോൾ കായും ചെറുപയറും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഉപ്പേരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ വിശപ്പിൻ്റെ വിളി കൊണ്ട് എന്തുപ്പേരിയാണെങ്കിലും അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിച്ചോളും എന്നാണ് പറയുന്നത്. വീട്ടിലാണെങ്കിൽ കടുക് പെറുക്കി, ഉള്ളി പെറുക്കി, മുളക് പെറുക്കിയൊക്കെയാണ് അവൻ കഴിക്കാറുള്ളത്. അപ്പോൾ ഉപ്പേരി അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉപ്മാവ് ഉണ്ടാക്കുക. കുറേ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് റാഗി സേമിയവും പിന്നെ അതുപോലെ ചോളകത്തിൻ്റെ റവ ഉണ്ടല്ലോ, അതും കൂടെ കുറേശ്ശേ ഉള്ളൂ എല്ലാതും ഒന്ന്. ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊരു ഉപ്മാവ് ഉണ്ടാക്കി. പിന്നെ ഇന്നലെ ചീര വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലക് ചീരയും സാദാ ചീരയും ഓരോ കിട്ട് വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനെയും ഒന്ന് അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലക് ചീര എടുത്തിട്ട് ഞാനിതാ നല്ലപോലെ പരിപ്പൊക്കെ ഇട്ട് കുറുകുറാന്ന് വെക്കില്ലേ, തക്കാളി എന്നല്ല, സവാള, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് 2 വിസിലടുപ്പിച്ചെടുക്കും കേട്ടോ. നല്ല ഇഷ്ടമാണ് കുറുകുറാന്നാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതും സ്കൂളിലേക്ക് കൊടുത്തയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ എനിക്ക് ഉണ്ടാക്കിയ ഉപ്മാവ് കഴിക്കുകയാണ്. അപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയായതുകൊണ്ട് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയ ചമ്മന്തി കുറച്ച് അധികം ഉണ്ടായിരുന്നു, അത് കൂട്ടി ഞാൻ ഉപ്മാവ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ രാവിലെ കഴുകാനിട്ട് കൊടുത്ത തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ വീണ്ടും നല്ല കാറ്റ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയാണ് കേട്ടോ. മിനിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു, ഇന്നലെ നല്ല വെയിൽ, ഇന്ന് നല്ല കാറ്റ്. എല്ലാതും അതിശക്തമായ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു നിന്ന ശേഷം പിന്നെ ഞാനിതാ കുട്ടുവിൻ്റെ റൂം അടുക്കിപ്പെറുക്കി വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുട്ടു പണ്ടൊക്കെ, അതായത് കുഞ്ഞുകുട്ടിയാകുമ്പോഴൊക്കെ എല്ലാം വൃത്തിയാക്കി നീറ്റൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചിട്ടാണ് സ്കൂളിലാണെങ്കിലും റൂമിന് പുറത്തിറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നേരെ ഓപ്പോസിറ്റാണ്, എല്ലാം അലങ്കോലമായിട്ടിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുക. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓർമ്മ നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ തലയണയൊക്കെ ഒന്ന് വെയിലത്ത് ഇട്ട് കൊടുക്കാമെന്ന്. ഷീറ്റൊന്നും ഞാൻ മാറ്റുന്നില്ല, കാരണം കർക്കിടക വാവിന് എല്ലാം കഴുകി വൃത്തിയാക്കിയതാണ്. മതിലിൻ്റെ മേലെ വെച്ച് കൊടുത്ത തലയണ അപ്പുറത്തെ തൊടിയിലേക്ക് വീണു. അപ്പോൾ അത് പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ ഇത് കണ്ടിട്ട് പറയുകയാണ്, ഇത്രയും കാറ്റുള്ളതുകൊണ്ട് തന്നെ ഇനി അത് താഴേക്ക് വീഴുമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ തന്നെ അതൊക്കെ എടുത്തിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വെച്ച സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണ് കാലാവസ്ഥ എന്ന് പറയണേ.